ശ്രീ എം മുകേഷ് 10 മിനിറ്റ്. സർ, 2022-23 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. സർ, കോവിഡ് വ്യാപനം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളെ മറികടക്കാനുള്ള സാമ്പത്തിക മുന്നൊരുക്കങ്ങളാണ് സംസ്ഥാന ബഡ്ജറ്റ്. വലിയ തോതിൽ തൊഴിൽ നഷ്ടവും വരുമാന നഷ്ടവും ഉണ്ടായ സാഹചര്യത്തെ ധീരതയോടെ നേരിടാനുള്ള മാർഗരേഖയാണ് സംസ്ഥാന ബഡ്ജറ്റ്. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നടന്നു കയറേണ്ട മുഴുവൻ പടികളും കാണണമെന്നില്ല. ആദ്യപടിയിൽ കാൽ വയ്ക്കുകയാണ് വേണ്ടത്. ധനമന്ത്രി സഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സ്വീകാര്യമായ ഒരു ബദൽ മാതൃക, 1/4 നൂറ്റാണ്ടിന് ശേഷമുള്ള കേരള മാതൃക. സർ, ഭാവി കേരളത്തെ വിഭാവനം ചെയ്യുന്നതാണ് സംസ്ഥാന ബഡ്ജറ്റ്. വരുംകാല കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ രൂപരേഖയായി സംസ്ഥാന ബഡ്ജറ്റിനെ കാണാം. അതേസമയം സമകാലീന പ്രശ്നങ്ങളെ നേരിടാനുള്ള ധീര നടപടികളും ബഡ്ജറ്റിലുണ്ട്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 2000 കോടി വകയിരുത്തിയതും, നെല്ലിന് താങ്ങുവില പ്രഖ്യാപിച്ചതും, റബ്ബർ സബ്സിഡിക്ക് 500 കോടി നീക്കിവെച്ചതും, കാരുണ്യ പദ്ധതിക്ക് 500 കോടി വകയിരുത്തിയതും ഇത്തരം നടപടികളിൽ പെടുന്നു. സാർ, കൊല്ലത്തെക്കുറിച്ചുള്ള ഏത് പരാമർശവും കൊല്ലത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ, കൊല്ലംകാരൻ എന്ന നിലയിൽ ജാഗ്രതയോടെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സമീപകാല ബഡ്ജറ്റുകളിൽ ഏറ്റവും മുന്തിയ പരിഗണന കൊല്ലം ജില്ലയ്ക്ക് ലഭിച്ച ബഡ്ജറ്റ് കൂടിയാണിത്. ജില്ലയുടെ സമഗ്ര വികസനത്തിന് സഹായകരമായ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം ചെങ്കോട്ട റോഡിൻ്റെയും MC റോഡിൻ്റെയും വികസനത്തിനായി കിഫ്ബി വഴി 1500 കോടി രൂപ അനുവദിച്ച ബഡ്ജറ്റ് പ്രഖ്യാപനം ശ്രദ്ധേയമായ നടപടിയാണ്. സർ, കൊല്ലം ചെങ്കോട്ട റോഡ് തന്നെ ആദ്യം പറയാം. ചെങ്കോട്ട റെയിൽവേ ലൈൻ തന്നെ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. 1904 ഈ മീറ്റർ ഗേജ് പാതയ്ക്ക് തുടക്കമായത്. അതിലും പഴക്കമാണ് കൊല്ലം ചെങ്കോട്ട റോഡിനുള്ളത്. 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിക്കപ്പെടുന്ന പുരാതന പാതയാണിത്. ഏറെ തിരക്കുള്ള ഈ പാത ഇന്നും വികസനമില്ലാത്ത കാരണം ശ്വാസം മുട്ടുകയാണ്. ഈ അന്തർ സംസ്ഥാന പാതയ്ക്ക് ശാപമോക്ഷം സംഭവിക്കാൻ പോവുകയാണ്. വീതി കുറഞ്ഞ ഈ പുരാതന റോഡിൽ പലയിടങ്ങളിലും അപകട സാധ്യത കൂടുതലാണ്. ചെറുതും വലുതുമായ അപകടങ്ങളുടെ പലവിധ സംഭവങ്ങളും പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആദ്യം എനിക്ക് സംഭവിച്ച ഒരു അനുഭവകഥ തന്നെ പറഞ്ഞു തുടങ്ങാം. സാർ, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യത്തെ ചിത്രം ബലൂൺ കൊട്ടാരക്കര പുത്തൂർ ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. ഞാനും ശ്രീ മമ്മൂട്ടിയുമായിരുന്നു പ്രധാന നായകന്മാർ. ബൈക്ക് ഭ്രാന്തനായ മമ്മൂട്ടി ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ എന്നെ പിടിച്ച് പുറകിലിരുത്തിയിട്ട് കൊല്ലം ചെങ്കോട്ട റോഡിൽ കൂടി പോകും. ആരും ഞങ്ങളെ തിരിച്ചറിയുന്ന കാലമല്ല. റോഡെന്ന് പറയാൻ പറ്റത്തില്ല, കൂടുതലും മെറ്റലും ചെങ്കല്ലും ഒക്കെയാണ്. ഒരു വളവ് തിരിഞ്ഞതും ബൈക്ക് വീണു. ഞാൻ ചാടിയിറങ്ങി. ഞാൻ കാണുന്നത് മമ്മൂട്ടി നെറ്റിയിൽ ഒരു വലിയ മുറിവുമായിട്ട് രക്തം ചീറ്റി നിൽക്കുകയാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള മമ്മൂട്ടി സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന പൗരുഷം ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുകയാണ്. ഇനി എന്നെ ആരെങ്കിലും സിനിമയിൽ എടുക്കുവോടാ? ഈ മുഖത്തെ ഈ പാട് വെച്ചിട്ട് ഇനി എനിക്ക് സിനിമാ ഭാവിയുണ്ടോ? ആ കരച്ചിൽ ഇന്നും എൻ്റെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നു, മുഴങ്ങി നിൽക്കുന്നു. ഉടനെ മാറ്റിയല്ലോ ഞാൻ. ആ മുഴക്കം, ആ ശോചനീയാവസ്ഥയും ഈ ബഡ്ജറ്റിലൂടെ ഇല്ലാതാവുകയാണ്. ശാപമോക്ഷം ലഭിക്കുകയാണ്. സാർ, അഷ്ടമുടി കായലിൻ്റെയും വേമ്പനാട്ട് കായലിൻ്റെയും ശാസ്താംകോട്ട കായലിൻ്റെയും ശുചീകരണത്തിനായി പ്രഖ്യാപിച്ച 21 കോടി നമ്മുടെ ടൂറിസം മേഖലയോട് മാത്രമല്ല പാരിസ്ഥിതിക വിഷയങ്ങളോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയ്ക്ക് ഉദാഹരണമാണ്. കേവലം ഒരു ശുചീകരണ പദ്ധതിയല്ലിത്. അഷ്ടമുടി കായലിനെയും കൊല്ലം ജില്ലയിലെ മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെയും ബന്ധിപ്പിച്ച് നടപ്പാക്കുന്നതിനായി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്ന ബയോഡൈവേഴ്സിറ്റി ടൂറിസം സർക്യൂട്ടിന് കൂടി സഹായമാകുന്ന നിർദ്ദേശമാണത്. ഈ പദ്ധതിക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ 25 കോടി പ്രഖ്യാപിച്ചിരുന്നു. ബയോഡൈവേഴ്സിറ്റി പദ്ധതിയുടെ ശാക്തീകരണത്തിന് അഷ്ടമുടി കായൽ ശുചീകരണ പദ്ധതി അനുബന്ധ ഘടകമായി മാറും. സർ, ടൂറിസം മേഖലയിൽ കാരവാൻ ടൂറിസം പോലുള്ള നവീന ആശയങ്ങൾ ഉണ്ടാക്കിയ ചലനങ്ങളേറെ ശ്രദ്ധിക്കപ്പെട്ടു. കോവളം, കൊല്ലം, കോഴിക്കോട്, മംഗലാപുരം വഴി ഗോവയിലെത്തുന്ന ക്രൂയിസ് ടൂറിസം പദ്ധതി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടും. സർ, ദേശീയപാത 66 സമാന്തരമായി 4 IT ഇടനാഴികൾ നിർമ്മിക്കാനുള്ള തീരുമാനം IT മേഖലയ്ക്ക് പുതുജീവൻ നൽകും. ടെക്നോ പാർക്ക് 3ാം ഘട്ടത്തിൽ നിന്നും കൊല്ലത്തേക്കുള്ള IT നന്നായി കൊല്ലം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുമെന്ന് കാര്യത്തിൽ സംശയമില്ല. കൊല്ലം കണ്ണൂർ IT പാർക്കുകൾ വികസിപ്പിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് കിഫ്ബി ലാൻഡ് പൂളിൽ നിന്നും 1000 കോടി വകയിരുത്തുവാനുള്ള തീരുമാനം ഈ മേഖലയ്ക്ക് കരുത്തു നൽകും. സർ, കൊല്ലം തുറമുഖ വികസനത്തിനായി 10 കോടി അനുവദിച്ച നടപടിയും ഏറെ ശ്ലാഘനീയമാണ്. സർ, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനുവദിക്കപ്പെട്ട ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് 7 കോടി രൂപ അനുവദിച്ചതിന് പുറമെ സർവകലാശാലയ്ക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. ഗുരുവിൻ്റെ നാമധേയത്തിൽ കൊല്ലത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന നവോത്ഥാന സാംസ്കാരിക സമുച്ചയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്.
100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, കൊല്ലത്തിൻ്റെ അഭിമാനവും സംസ്ഥാനത്തിൻ്റെ പ്രിയ കവിയുമായി ജ്ഞാനപീഠം ശ്രീ ONV കുറുപ്പിന് കൊല്ലം നഗരത്തിൽ ഒരു സ്മാരകം ഉണ്ടാകേണ്ടതുണ്ട്. നിർദ്ദിഷ്ട സാംസ്കാരിക സമുച്ചയത്തിൻ്റെ പ്രവേശന വീതിയിൽ ആശ്രാമ മൈതാനത്തിൻ്റെ മുൻവശം ശ്രീ ONVയുടെ പൂർണ്ണകായ പ്രതിമ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി സർക്കാർ സ്ഥാപിക്കണം. ഇതിനായുള്ള തുക കൂടി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സർ, കലാ സാംസ്കാരിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന ബഡ്ജറ്റിൽ ലഭിച്ചിട്ടുണ്ട്. ഈ മേഖലയോടുള്ള LDF സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ അടയാളമായി 175 കോടി രൂപ വകയിരുത്തി. മലയാള സിനിമാ ചരിത്ര മ്യൂസിയവും ശ്രദ്ധേയമായ പ്രഖ്യാപനമാണ്. സർ, കോവിഡാനന്തരം കലാ സാംസ്കാരിക മേഖല ഉണർവിൻ്റെ പാതയിലാണ്. കലാകാരന്മാർ പൊതുവിലും നാടകം, ഗാനമേള, മിമിക്രി, നാടൻ കലകൾ, അനുഷ്ഠാന കലകൾ തുടങ്ങിയ അവതരണ കലകളിലെ കലാകാരന്മാരും കലാസമിതികളും വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോകുന്നത്. നാടകം ഉൾപ്പെടെയുള്ള അവതരണ കലകൾക്കും കലാസമിതിക്കും മൂലധന സഹായമായി സർക്കാർ സഹായം നൽകുന്നതിനുള്ള ഒരു പദ്ധതിയും അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പുതിയ നാടകം തുടങ്ങാനോ ഗാനമേള തുടങ്ങാനോ ഒന്നും ആരുടെയും കയ്യിൽ കാശില്ല സർ. സർ, സംസ്ഥാന ബഡ്ജറ്റ് ദിനം ജനങ്ങൾക്ക് സുദിനമായിരുന്നു. മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തിൽ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ദുർദിനങ്ങളായിരുന്നു. വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ കോൺഗ്രസ് നിലനിൽക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നില്ല. സർ, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായ ഒരു നേതാവ് കേരളത്തിൽ വന്ന് മത്സരിച്ചു. രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ മത്സരിച്ചു. അവിടെ തോറ്റു, ഇവിടെ ജയിച്ചു. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സൂചനയാണ് ഈ പ്രാവശ്യം നൽകുന്നത്. പലരും പഞ്ചാബിലും UP-യിലും ഒക്കെ കേരളം സുരക്ഷിത സ്ഥാനമാണെന്ന് കരുതി ഹൈക്കമാൻഡിൻ്റെ അനുവാദത്തോടുകൂടി വരാൻ ഉള്ള പരിപാടിയുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എൻ്റെ സുഹൃത്തുക്കളായ കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറയുന്നത് സമ്മതിക്കരുത്. അവരെ ബോധവൽക്കരിച്ച് മനസ്സിലാക്കണം. ഇപ്രാവശ്യം തീരെ സുരക്ഷിതമല്ലാത്തൊരു സ്ഥലമാണ് കേരളം കോൺഗ്രസ്സിന്. ആ സത്യം അവരെ മനസ്സിലാക്കണം. സർ, 1972 പ്രസിദ്ധ കാർട്ടൂണിസ്റ്റായ RK ലക്ഷ്മൺ ഒരു കാർട്ടൂൺ വരച്ചു. ഒരു വലിയ മൈക്രോസ്കോപ്പിന് മുമ്പിൽ നിൽക്കുന്നു. താഴെ കോൺഗ്രസ് ഇങ്ങനെ അടി തുടങ്ങിയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനെ കാണാൻ ഈ ഡിവൈസിലൂടെ നോക്കേണ്ടി വരും. വളരെ അർത്ഥവത്തായിരിക്കുകയാണ്. സർ, എനിക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരു ഉപദേശം, ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ കേരളത്തിലെ പ്രൊഫഷണൽ നാടക പ്രവർത്തകരെ കണ്ടുപഠിക്കണം. അഭിനയമല്ല, നിങ്ങളത്രയും വരുത്തില്ല. പക്ഷേ അവിടെ ജനാധിപത്യം നല്ല ഉള്ള സ്ഥലമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്കുകൾ, അടി, പിടി, ശണ്ട, പോർവിടികൾ എല്ലാമുണ്ട്. പക്ഷേ ഒരു അനൗൺസ്മെൻറ്റ് വരും, അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഒറ്റക്കെട്ടാണ്. നാടകം ഗംഭീരമാക്കാൻ വേണ്ടി സ്നേഹവും സന്തോഷവും സാഹോദര്യവുമെല്ലാം നമ്മൾ നേരിട്ട് കാണും. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനം, അതായത് പെർഫോമൻസ് ടൈമിൽ എല്ലാം മറന്ന് നിങ്ങൾ ഒന്നിക്കണം. എന്നാൽ മറ്റൊരു അനൗൺസ്മെൻറ്റ് വരും, ഈ രംഗത്തോടുകൂടി ഇവിടെ ഈ നാടകം പൂർണ്ണമാകുമെന്ന്. അടി പിന്നെയും തുടങ്ങും. അത് വേറെ കാര്യം. പക്ഷേ പെർഫോമൻസ് ടൈമിൽ നമ്മൾ ഗംഭീരമായി, ഞാനിതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി കേരളത്തിൽ ശക്തമായ പ്രതിപക്ഷമായി നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം. സർ, സംസ്ഥാന ബഡ്ജറ്റിനെ കുറിച്ച് പലവിധ പരാമർശങ്ങളും കേൾക്കുകയുണ്ടായി. വെറും വാചകമടി എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പ്രതിപക്ഷ നേതാവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം സുന്ദരനാണ്, സുമുഖനാണ്. പല സന്ദർഭങ്ങളിൽ ഞാൻ ഇവിടെ നോക്കിയിട്ടുണ്ട്, ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നല്ലൊരു സിനിമാ നടനായേനെ. എന്നാൽ അദ്ദേഹം വാചകമടി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ കഥ ഞാൻ പറയാം. വലിയ നിലയിൽ നിന്നിരുന്ന ഒരു ആൾ പൊളിഞ്ഞ് പാളിഷായി പോയി. അദ്ദേഹം തിരിച്ചു വരാൻ വളരെ പ്രയാസപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ ഗുരുവിനെ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് തിരിച്ചു വരണം. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അടുത്ത് ഒരു വലിയ കുന്നുണ്ട്, ആ കുന്നിൻ്റെ മുകളിൽ പോയി 2 ദിവസം നീ അവിടെ ഇങ്ങനെ ഇരിക്കും, നിനക്ക് ബോധോദയം ഉണ്ടാകും, ഒരു വഴി തെളിഞ്ഞു വരും. 2 ദിവസവും ഇയാൾ ഇരുന്നു. എപ്പോഴൊക്കെയോ സൂര്യൻ പ്രകാശിക്കുമ്പോൾ ആ അരുവി ഒന്ന് മിന്നും, കുറച്ച് കല്ലുകളൊന്ന് തിളങ്ങുമെന്നുള്ളതല്ലാതെ ഒന്നും കണ്ടില്ല. അദ്ദേഹം തിരിച്ച് ഗുരുവിനോട് പറഞ്ഞു, എന്നെ പറ്റിച്ചല്ലേ, തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എവിടെ എന്തൊക്കെ കണ്ടു? അവിടെ സൂര്യൻ പ്രകാശിക്കുമ്പോൾ എന്തോ ഒരു ചെറിയ തിളക്കം, അത് മാത്രമേ കണ്ടുള്ളൂ. ഗുരു പറഞ്ഞു, നിങ്ങൾ കണ്ട ആ തിളങ്ങുന്ന കല്ലുകൾ രത്നങ്ങളായിരുന്നു. അത് വേണ്ട വിധം കണ്ടില്ല. ലാഭത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിങ്ങൾ കാണേണ്ടത് കാണാതെ പോയി. രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് ചിന്തയിൽ പ്രതിപക്ഷം
കാണേണ്ടത് കണ്ടില്ല. ബഡ്ജറ്റിൽ രത്നങ്ങൾ പോലെ ഭാവി സൂചനകൾ തിളങ്ങുന്നുണ്ട്. വിമർശിക്കും മുമ്പ് കാണേണ്ടത് കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ ഒരിക്കൽ കൂടി പിന്താങ്ങുന്നു. താങ്ക് യു.